ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഖിൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ 7 കുറിച്ചുള്ള കാര്യങ്ങളാണ്. കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം പലതുമായിരിക്കാം. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. പിന്നെ എല്ലാവർക്കും പറയുന്നതാണ്, നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം. ഇത്ര ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. പക്ഷേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊരു കുറവാണ്. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? അതുപോലെ തന്നെ ലൈക്കും ആരും അങ്ങനെ നമുക്ക് തരാറില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് എന്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് എനിക്ക് എന്റെ ഊർജ്ജം. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ അപ്പോൾ നിങ്ങളെല്ലാം ദയവ് ചെയ്ത് എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രേഖപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഇപ്പം നോക്കുന്നത് ബിഗ് ബോസ് സീസൺ 7 കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇത്രയും ബിഗ് ബോസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. സീസൺ 6 വരെയുള്ളതെല്ലാം നമ്മൾ കണ്ടിട്ട് 7ാമത്തെ സീസണാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും മോശപ്പെട്ട ഒരു ബിഗ് ബോസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. നല്ല മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ നല്ല മനസ്സ് വരുന്ന സമയത്ത് വിശ്വസിക്കുക. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ ഓരോ സീസൺ കഴിയുമ്പോഴും ആ സീസണിനകത്ത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു. എത്ര വഴക്കാണെങ്കിലും, എത്ര പിണക്കമാണെന്നുണ്ടെങ്കിലും, എത്ര ബഹളമാണെന്നുണ്ടെങ്കിലും അത് കാണാൻ തന്നെ ഒരു രസം ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും മത്സരബുദ്ധിയായിട്ട്, എല്ലാവരും അല്ല എന്നാലും കുറച്ച് പേരെല്ലാവരും മത്സരബുദ്ധിയായിട്ട് ചെയ്യുന്ന ആൾക്കാരും, ബാക്കിയുള്ളവരെല്ലാം എന്തോ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുമായിരുന്നു ഇത്ര നാൾ നമ്മളെ കണ്ടിരുന്നത്. പക്ഷെ വലിയ അലമ്പും ഇതേപോലെ അലമ്പൊന്നും ആ ബിഗ് ബോസിൽ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ വന്നേക്കെന്ന് പറഞ്ഞാല് നമുക്ക് കണ്ടിരിക്കാൻ പോലും മടിയുള്ള പല കാര്യങ്ങളാണ്. കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് എന്തോ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കുവാണ് അതിൻ്റെ അകത്ത്. അതിന് പുറത്തുള്ളതാണോ ഇനി അകത്തുള്ളതാണോ നമുക്കറിയില്ല. ഇതൊക്കെ ഓരോരുത്തർ മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമാണ് ഇതിനകത്ത് തീർക്കുന്നത്. ഒരു ഗെയിം എന്ന രീതിയിൽ നമുക്ക് ഒരു കാണാൻ കഴിയുന്നില്ല എപ്പോഴും. അതുപോലെ ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ആദ്യം ഞാൻ പറഞ്ഞിരുന്നു, ഈ സ്ത്രീവിരോധിയായ അനീഷിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ നേരെ മറിച്ച് തിരിച്ച് സംസാരിക്കുകയാണ്. കാരണം അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മൾ അദ്ദേഹത്തെ വെറുതെ തെറ്റിദ്ധരിച്ചു. ഞാൻ തെറ്റിദ്ധരിച്ചു, നിങ്ങളല്ല, ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ എന്നിട്ട് പറയും ചെയ്തു ആദ്യം ഔട്ടായി പോകുന്ന ആളാണെന്നൊക്കെ പറയും ചെയ്തു. പക്ഷെ ഞാൻ ഇപ്പോൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നിലവാരത്തിൽ നല്ല രീതിയിൽ കളിക്കുന്നത് പുള്ളി മാത്രമേ ഉള്ളൂ. ഗെയിം എന്ന സ്പിരിറ്റിൽ പുള്ളി മാത്രമേ കളിക്കുന്നുള്ളൂ. പിന്നെ ഷാനവാസ് കുഴപ്പമില്ല. പലിശത്ത് എന്ന് പറഞ്ഞാൽ പുള്ളി ഗെയിം കളിക്കുന്നത് പുള്ളിയുടെ ഗെയിമായിട്ട് തോന്നില്ല. പുള്ളി അവരാണെങ്കിൽ ഒരു ടീമായിട്ട് കളിക്കുന്നു. പിന്നെ പറഞ്ഞ രേണു ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് പേര് കുറ്റം പറയാം. അതിനകത്ത് തന്നെ ആണെങ്കിലും ഒരുപാട് പേര് രേണുവിനെ പബ്ലിക്കായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിൽ എനിക്ക് കാണാൻ കഴിയും. എന്നാലും മോശമാണ്. നമ്മൾ ഇത്രയും ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഷോയ്ക്കകത്ത് വന്നിട്ട് പബ്ലിക്കായിട്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ സരിക ഇതേപോലെ ഒരു കുരിക്കത്തി അല്ലെങ്കിൽ ഇതേപോലെ ഒരു നമുക്ക് അവരോടൊക്കെ നേരത്തെ നല്ല കാര്യമായിട്ടുള്ള ഈ പരിപാടിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരോടുള്ള ഒരു താല്പര്യം, ഇഷ്ടം നമുക്ക് നഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന പോലുള്ള സ്വഭാവങ്ങളാണ് അവർ ഇതിനകത്ത് വന്നിട്ട് കാണിക്കുന്നത്. എന്തിനാണ് ഒരാൾ ഇങ്ങനെ കളിയാക്കുന്നത്? എല്ലാവർക്കും ഓരോ കുറവുകളും ഉണ്ടാകാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടില്ലായിരുന്നു, രേണുവിന്റെ മുടിയെ പറ്റി എല്ലാം പറഞ്ഞ് സരിക കളിയാക്കുന്നത്, അതുപോലെ ഒരുപാട് പേര് അട്ടഹസിച്ചിരിക്കുന്നതൊക്കെ. ഇതെല്ലാം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല, എങ്കിലും അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതൊരു ഗെയിം എന്ന രീതിയിൽ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ ഇത് കാണാനോ ഉള്ള ഒരു തൃപ്തി അങ്ങോട്ട് നമുക്ക് വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറും അലമ്പായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പല കാര്യങ്ങളും ബിഗ് ബോസിനകത്ത് ഇപ്പം നമ്മുടെ കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ഇതുപോലെ ഒന്ന് തുമ്മിയെന്ന് പറഞ്ഞ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം വന്നേക്കുന്ന ആ ജിസയിൽ അങ്ങനെ കണ്ടൊരു പേരാണെന്ന് തോന്നുന്നു, കണ്ടില്ലേ, ചപ്പാത്തി കയ്യിൽ വിട്ടിട്ട് ഇവിടെ ദേഹം ചൊറിഞ്ഞിട്ട് അതൊക്കെ ഭയങ്കര അലമ്പാണ്. അതൊന്നും ഈ പ്രാവശ്യത്തൊന്നും ഞാൻ ചോദ്യം ചെയ്ത് കണ്ടിട്ടില്ല. ഇനി വരുമായിരിക്കും. ഞാൻ സംസാരിക്കട്ടെ. ഈ പ്രേക്ഷകരെന്ന് പറയുന്നവര് മണ്ടന്മാരല്ല, ഞാൻ മണ്ടനല്ല. കേൾക്കും. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രവചനാതീതമാണ്. അംഗം തുടങ്ങിയ സ്ഥിതിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. പാടത്ത് പണി വരമ്പത്ത് കൂലി, അതാണ് ഇത്തവണത്തെ ഒരു ലൈൻ. ഞങ്ങളുടെ കൂടെ നിങ്ങളും പണിയെടുത്താലേ പണി 7ന്റെ പണിയാകും. അത് ഓർമ്മ വേണം. അപ്പോ സവാരി ഗിരിഗിരി. പിന്നെ ഇതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ബിഗ് ബോസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ ദയവ് ചെയ്ത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ എനിക്ക് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയാനും എനിക്ക് തുടർന്നുള്ള വീഡിയോ ഇടാനും പ്രചോദനം കിട്ടത്തുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക.
ഈ 3 കാര്യമാണ് മസ്റ്റായിട്ട് എനിക്ക് ചെയ്യേണ്ടത്. എന്നാലും നമുക്ക് അത് അടുത്തൊരു വീഡിയോ നമുക്ക് ഇടാനോ അല്ലെങ്കിൽ അടുത്തൊരു കണ്ടന്റ് കൊണ്ട് വരാനോ നമുക്ക് മനസ്സിൽ ഒരു കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. ദയവ് ചെയ്ത് എനിക്ക് വേണ്ടത്ര സപ്പോർട്ട് നിങ്ങൾ തരിക. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഇനിയും തിരക്കുകൾ വന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ ഇച്ചിരി ലേറ്റാ വരുന്നത്. എങ്കിലും ഞാൻ പരമാവധി നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് വീഡിയോകൾ എത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ദയവ് ക്ഷമിക്കുക. എല്ലാവരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.